നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 22-ാം തീയതി നടക്കാൻ പോകുന്ന ICDS കോഴ്സിന് വേണ്ടിയിട്ട് ICDS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, അക്കോർഡിംഗ് ടു ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986, 1986 ഒരു ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ദെൻ 2000 ഒരെണ്ണം നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2016 അതൊന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ശേഷം 2021 അമെൻമെന്റിന്റെ പോയിന്റ്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ചൈൽഡ് അഥവാ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നാണ് ചോദ്യം. അപ്പം എന്നും കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 18 വയസ്സെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം, അല്ലയോ? അപ്പൊ നിലവില് ഇപ്പൊ നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സെന്നാണ്. നമ്മുടെ ഒരു 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. പക്ഷേ 1986 കുട്ടി എന്ന് പറയുന്ന ആ ഒരു അർത്ഥം 86 ആലോചിക്കുക, 14 വയസ്സായിരുന്നു. ഓക്കെ, 14 വയസ്സ്. എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 14th ഇയർ ഓഫ് ഏജിനെയാണ് ചൈൽഡ് എന്ന് 1986 പറഞ്ഞിരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് 2, വിച്ച് കമ്മിറ്റി റെക്കമെൻഡ് ഫോർ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1986? വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്? ഏത് കമ്മിറ്റിയാണ് 1986 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം. 86 ഓപ്ഷൻ സി ആണ്, ഗുരുപാദസ്വാമി കമ്മിറ്റി. ഓക്കെ ആണല്ലോ, ഗുരുപാദസ്വാമി കമ്മിറ്റിയാണ്. 3, as per the Child Labor Prohibition and Regulation Act, working time of a child shall not exceed. അതായത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു കുട്ടി ഇത്ര മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എത്ര മണിക്കൂർ? ഓപ്ഷൻ ബി 6 മണിക്കൂർ. ഒരു പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം എത്ര മണിക്കൂറിൽ കൂടുതൽ കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 86 കാര്യമാണ് കേട്ടോ ഇതൊക്കെ. എത്രയാണ്? ഏകദേശം ഒരു 6 മണിക്കൂറിൽ കൂടുതൽ കുട്ടികൾ വർക്ക് ചെയ്യാൻ പാടില്ല. 4, an employer who violate the provisions of the Child Labor Prohibition and Regulation Act 1986 shall be punishable under. 1986 ഈ ഒരു ആക്ട് പ്രകാരം ഈ ഒരു എംപ്ലോയർ ഇത് വയലേറ്റ് ചെയ്യുകയാണ്, ഈ പ്രൊവിഷൻസിൽ എന്തെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കും. ഏത് സെക്ഷൻ പ്രകാരം? ഓപ്ഷൻ ഡി, സെക്ഷൻ 14 പ്രകാരം. അടുത്തത് 5, ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ദാറ്റ് പ്രിവെന്റ്സ് എ ചൈൽഡ് ഫ്രം വർക്കിംഗ് ഇൻ എനി ഫാക്ടറി, മൈൻ ഓർ ഹസാർഡസ് എംപ്ലോയ്മെന്റ്. എന്താ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ദാറ്റ് പ്രിവെന്റ്സ്? നമ്മുടെ ചൈൽഡിനെ പ്രിവെന്റ് ചെയ്യുന്നു, ഫാക്ടറിയിലും മൈനിലും ഹസാർഡസ് എംപ്ലോയ്മെന്റിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഉണ്ട്. അത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 24 ആണോ, 23 ആണോ, 45 ആണോ, 39 ആണോ? എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 24 ആണ്, അല്ലയോ ചൈൽഡ് ലേബർ പ്രിവെന്റ് ചെയ്യുന്നത്. 6, ഫൈൻഡ് ഔട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 45 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 45-ാം ആർട്ടിക്കിൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ says about free and compulsory education for the children below 14 years. Option B, it says that the state shall endeavor to provide early childhood care and education to the child below 6 years. Option C, early childhood care and education for children below 6 years was added by 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഏതായിരിക്കും? 3ഉം കറക്റ്റ് അല്ലേ? അതായത് 45 പറയുന്ന എന്താ? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഓരോ നമ്മുടെ സ്റ്റേറ്റിന് എന്താണ് ഉറപ്പുവരുത്താൻ പറയുന്നുണ്ട്, അല്ലയോ? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കണമെന്നും അത് ഉറപ്പുവരുത്തണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിലോ 6 ഇയേഴ്സ് 86-ാം ഭരണഘടന ഭേദഗതിയിലേക്ക് ആഡ് ചെയ്തതും എന്താണ്? ഈ കൂട്ടത്തിൽ വരുന്നതാണ് ആണല്ലോ. 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്താ? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിലോ 6 ഇയേഴ്സ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ എ, ബി, സി ആർ കറക്റ്റ്. അതാണ്. 7, the constitutional provision that directs state to prohibit toxic drugs and drinks. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? പ്രൊഹിബിറ്റ് ടോക്സിക് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്. പ്രൊഹിബിറ്റ് ചെയ്യുന്നു ടോക്സിക് ആയിട്ടുള്ള ഡ്രഗും ഡ്രിങ്ക്സും. ഏത് ആർട്ടിക്കിൾ ആണ്? ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 47. അടുത്തത് 8, which a constitutional provision direct the state to provide nutritious food and balanced diet for the people. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ്
ഡയറക്ട് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ആൾക്കാർക്ക് ന്യൂട്രീഷ്യസ് ഫുഡും ബാലൻസ്ഡ് ഡയറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 47. അപ്പൊ 47 പ്രൊഹിബിറ്റ് ചെയ്യുന്ന ടോക്സിക് ഡ്രഗ്സും ഡ്രിങ്ക്സും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡും ബാലൻസ്ഡ് ഡയറ്റും ആൾക്കാർക്ക് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. 9, ദ സ്റ്റേറ്റ് ദ സിറ്റിസൺ shall not be forced to take jobs that are not suitable for their age or strength due to economic necessity. അതായത് ഒരിക്കലും അവരുടെ എക്കണോമിക് നെസസിറ്റിക്ക് വേണ്ടിയിട്ടോ അവരുടെ വീക്ക്നെസ് എന്തെങ്കിലും കാരണത്താലോ അവരുടെ ഏജ് നോക്കാതെ അവരെ ഫോഴ്സ്ഡ് ലേബറിന് പറഞ്ഞു വിടരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 39E ആണ് കേട്ടോ. 39E ആണ്. അടുത്തത് 10ാമത്തത് the project introduced by Ministry of Home Affairs to locate and rehabilitate missing children's. Home Affairs Ministry to locate and rehabilitate മിസ്സിംഗ് ചിൽഡ്രൻസിനെ ലൊക്കേറ്റ് ചെയ്യുകയും അവരെ മാറ്റി പാർപ്പിക്കുക അല്ലയോ സുരക്ഷിത താവളങ്ങളിൽ മാറ്റി പാർപ്പിക്കുന്നതിന് ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രോജക്റ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ മുസ്കാൻ. എന്താണ്? മുസ്കാൻ. ഓക്കെ. 11 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ. 1 ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ ഇസ് എ ചൈൽഡ് റൈറ്റ് മൂവ്മെന്റ്. 2 ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് അതായത് ബച്ചുപൻ ബച്ചാവോ സ്റ്റാർട്ട് ചെയ്തത് 1980 കൈലാസ് സത്യാർത്ഥിയാണ്. 3 ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മൂവ്മെന്റ് ഈസ് ടു പ്രിവെന്റ് ബോണ്ടഡ് ലേബർ. ഇതിന്റെ ഒബ്ജക്റ്റ് എന്താ? ബോണ്ടഡ് ലേബറിനെ പ്രിവെന്റ് ചെയ്യുക, ചൈൽഡ് ലേബറിനെ പ്രിവെന്റ് ചെയ്യുക, ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്തിനെ പ്രിവെന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ഇത് 3ഉം ശരിയാണ് കേട്ടോ. അപ്പൊ ഇത് 3ഉം ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ ചൈൽഡ് റൈറ്റ് മൂവ്മെന്റ് ആണ്. 1980 കൈലാസ് സത്യാർത്ഥി തുടങ്ങിയതാണ്. ചൈൽഡ് ലേബറും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ബോണ്ടഡ് ലേബറും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ്. അടുത്തത് 12 അക്കോർഡിംഗ് ടു സെക്ഷൻ 3 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961 ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി ഈസ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത്. 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ടിന്റെ സെക്ഷൻ 3 പറയുന്നുണ്ട് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക ഡൗറി അതൊരു ഒഫൻസ് പണിഷബിൾ ആണ്. എത്ര പണിഷ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോട്ട് ലെസ് ദാൻ 5 ഇയർ ഇംപ്രിസൺമെന്റ് 5 വർഷത്തിൽ കുറയാത്ത തടവും 50,000 രൂപ പിഴയുമാണ്. ഓക്കെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ. അതുപോലെ 13ാമത്തത് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ അപ്പോയിന്റ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസറെ വെക്കുമല്ലോ. ഏത് സെക്ഷൻ പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 8B പ്രകാരം. എന്താണ്? 8B പ്രകാരം. ക്വസ്റ്റ്യൻ നമ്പർ 14 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഒന്നാമത്തത് കൺസംഷൻ ഓഫ് ഡ്രഗ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. അത് ഇപ്പൊ തന്നെ പറയാം, അത് കറക്റ്റ് അല്ല അല്ലയോ. കൺസംഷൻ തെറ്റാണ്. പവർ ടു നോട്ടിഫൈ ആൻ എസെൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ് ഈസ് വെസ്റ്റഡ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതും തെറ്റാണ്. അണ്ടർ NDPS ആക്ട് സം ഒഫൻസസ് ആർ പണിഷബിൾ വിത്ത് ഡെത്ത്. അത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ്. സി മാത്രം, അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ്. 15 അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ദ മജിസ്ട്രേറ്റ് ഹാസ് ദ പവർ ടു. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമ്മൾ പഠിച്ചില്ലേ? 2005 അതിനകത്ത് മജിസ്ട്രേറ്റിന്റെ പവർ എന്താണെന്നാണ് ചോദ്യം. പാസ് എ പ്രൊട്ടക്ഷൻ ഓർഡർ, പാസ് റെസിഡൻസ് ഓർഡർ, ഓർഡർ ടു ഗീവ് മോണിറ്ററി റിലീഫ്, ഗ്രാൻഡ് ഇന്റീരിയം ആൻഡ് എക്സ് പാർട്ടി ഓർഡർ. അത് ഏതൊക്കെയാണ് മജിസ്ട്രേറ്റിന്റെ ചുമതലകൾ അല്ലെങ്കിൽ പവറുകൾ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം ശരിയാണ്. എന്തൊക്കെയാ മജിസ്ട്രേറ്റിന്റെ ജോലി? ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ പാസ് ചെയ്യുക, റെസിഡൻസ് ഓർഡർ പാസ് ചെയ്യുക, മോണിറ്ററി റിലീഫിന് ഓർഡർ കൊടുക്കുക, ഗ്രാൻഡ് ഇന്റീരിയം എക്സ് പാർട്ടി ഓർഡറിനുള്ള ഗ്രാൻഡ് ഇന്റീരിയം ആൻഡ് എക്സ് പാർട്ടി ഓർഡർ കൊടുക്കുക. ഇതെല്ലാം ശരിയാണ്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. എ ചൈൽഡ് ഹു കമ്മിറ്റ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റി കം അണ്ടർ ദ ഡെഫിനിഷൻ. ആരാണ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ് അല്ലയോ. ഡെലിക്വന്റ് ചൈൽഡ് ആണ് അല്ലെ. ഡെലിക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആന്റി സോഷ്യൽ ബിഹേവിയർ കാണിക്കുക അല്ലെങ്കിൽ കോൺഫ്ലിക്ട് വിത്ത് ദ ലോ. അതാണ് ഡെലിക്വന്റ് ചൈൽഡ്. അടുത്ത 17 വാട്ട് ക്യാൻ ബി ദ റീസൺ ഫോർ ജുവനൈൽ ഡെലിക്വൻസി. എന്തുകൊണ്ടായിരിക്കും ജുവനൈൽ ഡെലിക്വൻസി കുട്ടി കാണിക്കുന്നത്? പുവർ പെർഫോമൻസ് സ്കൂൾ ആണോ, പേരന്റിന്റെ നെഗ്ലക്റ്റ് ആണോ, എക്കണോമിക് സ്റ്റാറ്റസ് ആണോ, പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആണോ? ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം പ്രശ്നമാണ് ഇല്ലയോ. പെർഫോമൻസ് മോശമാണെങ്കിൽ, പേരന്റ് തള്ളിക്കളയുകയാണെങ്കിൽ, എക്കണോമിക് സ്റ്റാറ്റസ് മോശമാണെങ്കിൽ, പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് മൂലമൊക്കെ ഒരു കുട്ടി ജുവനൈൽ ഡെലിക്വൻസി കാണിക്കാം. 18 അക്കോർഡിംഗ് ടു ദ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 എ ചൈൽഡ് who is found without any home or settled place of abode and without any ostensible means of subsistence is come under the definition of a dash. ആൻസർ ഓപ്ഷൻ സി ആണ്.
ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇങ്ങനെയുള്ള കുട്ടി എന്തിനകത്ത് വരുന്നു, എന്തിനകത്താ വരുന്നത്, അവനെ കെയർ ചെയ്യാനും അവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആവശ്യം കുട്ടിക്കുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അടുത്ത 19 സെക്ഷൻ 217 ഓഫ് ദി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സെക്ഷൻ 217 എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ചൈൽഡ് വെൽഫെയർ ഓഫീസറിനെ പറ്റിയിട്ട് പറയുന്നത് സെക്ഷൻ 217 20 ദ സെക്ഷൻ ഓഫ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 define the term juvenile. Juvenile എന്ന് പറയുന്ന ഡെഫിനിഷൻ ഏത് സെക്ഷനിലാണ് 2015 ആക്ട് പ്രകാരം വന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് സെക്ഷൻ 235 സെക്ഷൻ 235 ക്ലോസിനകത്താണ് ജുവനൈലിന്റെ ഡെഫിനിഷൻ. അടുത്ത 21 സെക്ഷൻ 8 ഓഫ് ദി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 8 എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി റെസ്പോൺസിബിലിറ്റി ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 8 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 7A ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ഡീൽ ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സെക്ഷൻ 7A ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഓഫ് 1985 ഡീൽസ് വിത്ത് ഓപ്ഷൻ ബി ആണ് നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ചിലതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ സെക്ഷൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു PDF പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ചില ആക്ടിന്റെ, അതും കൂടെ കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് പോവാ. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ സെക്ഷൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.